റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്താ പറഞ്ഞേ, ദോഹേനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ദോഹ ഇപ്പോൾ നമുക്ക് ഈ +1 പഠിക്കാനുള്ളത് കബീർദാസിൻ്റെ 5 ദോഹകളാണ്. കബീർദാസ് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആള്. മൂപ്പര് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ദോഹ എന്ന് പറയുന്നത് ഒരു 2 വരി. ഈ 2 വരികളിൽ അത്യാവശ്യം നല്ല അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ അത്യാവശ്യം നല്ല അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വെറും 2 വരി. ഈ 2 വരികൾ അടങ്ങുന്ന 5 പാരഗ്രാഫുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദോഹയിൽ 5 ദോഹകൾ. അപ്പോൾ അതിൽ ഓരോ ദോഹയും അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥവും ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചിട്ടുണ്ട്. ആ PDF നോക്കി നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷെ നിങ്ങൾക്ക്, അതായത് എനിക്ക് കൂടുതൽ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ലാന്ന്. സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഹിന്ദി വായിക്കുമ്പോൾ എന്തിട്ട് പറയുക, ഹിന്ദി വായിക്കും, അതിന് മലയാളത്തിലുള്ള അർത്ഥം പറഞ്ഞുതരും. അത് രണ്ടും ഞാനിവിടെ നിങ്ങൾക്ക് PDF തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഹിന്ദി വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഹിന്ദി വായിച്ച് തരാം ഞാൻ. ഓക്കെ, അത് വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിന് മുകളിൽ എഴുതി വെച്ചിട്ട് അത് വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോരോ ദോഹയായിട്ട് നമുക്ക് വായിക്കാം ബിസ്റ്റോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ദോഹ എന്ന് പറയുന്നത് ബുരാ ജോ ദേഖ്നെ മേം ചല बुरा ना मिलिया कोई जो दिल गोजेम जो दिल गोजोम आपना मुझसा बुरा ना कोई. ഒന്നിനും വായിക്കാം. बुरा जो देखना मेम चला बुरा ना मिलिया कोई जो दिल गोजोम अपना मुझसा बुरा ना कोई. ഓരോ വാക്കുകളായിട്ട് കറക്റ്റ് എഴുതി വെച്ചോളൂ. പക്ഷെ നമുക്ക് ഇത് കാണാപ്പാടം പിടിക്കാനല്ല ഉള്ളത് കേട്ടോ. നമുക്ക് ഇതിനടിയിലുള്ളതിൻ്റെ അർത്ഥമാണ് പഠിക്കേണ്ടത്. ഓക്കെ, അർത്ഥം ഞാൻ ആദ്യം മലയാളത്തിലൊന്ന് പറഞ്ഞുതരാം, അതിനുശേഷം ഈ ഹിന്ദി ഒന്ന് വായിച്ചു തരാം. ഓക്കെ, ഇതിൽ പറയണത് ഇത്രേ ഉള്ളൂ. ഞാൻ മറ്റുള്ളവരുടെ പോരായ്മകളും ദോഷങ്ങളും തേടിപ്പോയപ്പോൾ അവരിലൊന്നും ദോഷങ്ങൾ കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ വരിയിൽ പറയണത്, ഞാൻ മറ്റുള്ളവരുടെ പോരായ്മകളും ദോഷങ്ങളും തേടിപ്പോയപ്പോൾ അവരിലൊന്നും ദോഷങ്ങൾ കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. ഇതിലിപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ, ഹിന്ദി അത്യാവശ്യം എഴുതാൻ അറിയുന്ന കുട്ടികളുണ്ട്. ഈ ഹിന്ദി അത്യാവശ്യം എഴുതാൻ അറിയുന്ന കുട്ടികൾക്ക് ഈ മലയാളം അർത്ഥം മാത്രം വായിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഇവർക്ക് അത് കൺവേർട്ട് ചെയ്ത് അവരുടേതായിട്ടുള്ള ലാംഗ്വേജിൽ ഹിന്ദിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഈ കബീർദാസിൻ്റെ ദോഹയുടെ പ്രത്യേകത. ദോഹയുടെ മാത്രമല്ല, ഏതിൻ്റെ ആയാലും അങ്ങനെ തന്നെ. നമുക്ക് അർത്ഥം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഉണ്ടാക്കി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ മറ്റുള്ളവരുടെ പോരായ്മകളും ദോഷങ്ങളും തേടിപ്പോയപ്പോൾ അവരിലൊന്നും ദോഷങ്ങൾ കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. പിന്നീട് സ്വയം വിമർശനത്തിന് തയ്യാറായപ്പോൾ എന്നിലാണ് പോരായ്മകളും ദോഷവശങ്ങളും കൂടുതലുള്ളതെന്ന് ഞാൻ കണ്ടെത്തി. മറ്റുള്ളവരിൽ ദോഷം കണ്ടെത്തുക എന്നത് മനുഷ്യ സ്വഭാവമാണ്. മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുന്നതിന് മുൻപ് ഒരു സ്വയം വിലയിരുത്തലിന് തയ്യാറാകണമെന്ന സന്ദേശമാണ് ഈ ഈരടികളിലൂടെ കബീർദാസ് നൽകുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ കബീർദാസ് എന്താണ് ഇതിൽ പറയണത്? ഈ ഒരു 2 വരികളിലൂടെ, ഈ ദോഹയിലൂടെ കബീർദാസ് എന്താ പറയണത്? മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്തുന്നതിനേക്കാളും ഭേദം അതിനേക്കാൾ മുൻപ് സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. അതായത് സ്വയം നിങ്ങൾ എത്രത്തോളം കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തുന്നത് നല്ലതാണ് എന്നാണ് കബീർദാസ് ഈ ഒരു ദോഹയിലൂടെ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അതെ, ആദ്യത്തെ ദോഹ. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം, ഹിന്ദിയിലുള്ള ഒന്ന് വായിക്കാം. കബീർദാസ് കഹത്തെ ഹേ. ഞാൻ ഓരോരോ ലൈൻ ബൈ ലൈനായിട്ട് വായിക്കുകയാണ്, കാരണം എല്ലാവർക്കും കിട്ടേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഹിന്ദിയിൽ തന്നെ കുറച്ച് കുട്ടികൾക്ക് കിട്ടാത്തതുണ്ട്, വായിക്കാൻ കിട്ടാത്തതുണ്ട്, വായിച്ചതിൻ്റെ അർത്ഥം പറയാൻ കിട്ടാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വായിക്കാൻ തന്നെ വേണം. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ എല്ലാവർക്കും നിങ്ങൾക്ക് ഹിന്ദി അത്യാവശ്യം അറിയുന്നവരാണെങ്കിൽ ഞാനിത് വായിക്കും കൂടി ഇല്ല, ഞാനിതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞിട്ട് പോവുള്ളൂ കേട്ടോ. കാരണം ഹിന്ദിയിലൊക്കെ അത്രയ്ക്കുള്ളൂ, നമ്മൾ ഇമ്പോർട്ടൻസ് അത്രയ്ക്കും കുറവേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഭാവിയിലേക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഹിന്ദി ലിറ്ററേച്ചറായിട്ട് എടുത്ത് പഠിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കണ്ട? ഹിന്ദി എടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കണ്ട? ഹിന്ദിയാണ് എൻ്റെ മെയിൻ ഭാഷ അങ്ങനെ പറഞ്ഞിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കണ്ട? ഇല്ലേ, നമുക്ക് അത്യാവശ്യത്തിന് അറിഞ്ഞിരിക്കാം കുറച്ച് ഹിന്ദി, അതേ വേണ്ടൂ. ഓക്കെ, അങ്ങനെ ഹിന്ദീനെ എന്താ പറയുക ഭ്രാന്തി പിടിച്ച് നടക്കുന്നവരാണെങ്കിൽ
അവർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുക നമ്മളിപ്പോൾ ഏത് വിഷയമാണോ നമ്മൾ പഠിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, നോക്കാം. കബീർ ദാസ് കഹത്തെ ഹേ, ഓരോന്ന് കാണിച്ചു തരാം. ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല, എന്താണാവോ? വരയ്ക്കാൻ പറ്റുമോ? വേണ്ട, വരയ്ക്കണ്ട. അതോ कबीर दास कहते हैं जब मैं दूसरे में बुराई ढूंढने चला तो कोई भी बुरा व्यक्ति नहीं मिला. कबीर दास कहते हैं जब मैं दूसरों में बुराई ढूंढने चला तो कोई भी बुरा व्यक्ति नहीं मिला. കബീർ ദാസ് പറയുന്നത് എന്താണ്? കബീർ ദാസ് പറയുന്നത് ഇതാണ്: ഞാൻ മറ്റുള്ള വ്യക്തികളിൽ പോരായ്മകളും ദോഷങ്ങളും തേടിപ്പോയപ്പോൾ എനിക്ക് അങ്ങനെ പോരായ്മകളിൽ അവരൊന്നും ദോഷങ്ങൾ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. കോയി ബുരാ വ്യക്തി നഹിമില, അതായത് മോശമായിട്ടുള്ള ഒരു വ്യക്തിയെ പോലും എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ഫിർ ജബ് മേംനെ അപ്നെ ആപ്ക ദിൽ ടട്ടോല, അതായത് ഇതിൽ പറയുന്നതിന്റെ അർത്ഥമാണ് ആ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. അതായത് ആത്മനിരീക്ഷൺ കിയ. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ആത്മനിരീക്ഷൺ, സ്വയം നിരീക്ഷിച്ചപ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആത്മനിരീക്ഷൺ കിയ തോ പതാ ചലാ കി മുജ്സെ സ്യാദ ബുര ഔർ കോയി നഹീം. പക്ഷെ പിന്നീട് ഞാൻ എന്നെ സ്വയം ഒന്ന് വിലയിരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നേക്കാൾ മോശമായിട്ടുള്ളൊരു വ്യക്തി വേറെ ആരും ഇല്ല. ഓക്കെ, इस दोहे के द्वारा कबीर कहते हैं कि मनुष्य की यह आदत रहती है कि वह हमेशा दूसरे में कमी ढूंढता है. इस दोहे के द्वारा कबीर कहते हैं कि मनुष्य की यह आदत रहती है कि वह हमेशा दूसरों में कमी ढूंढता है. എന്തുദ്ദേശിക്കുന്നത് അതിൽ നിന്ന്? ഈ ഒരു ദോഹയില് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കബീർദാസ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യര് അവരുടെ സ്വയം പോരായ്മകൾ മനസ്സിലാക്കുന്നതിന് പകരം അവർ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളൊക്കെ കണ്ടെത്താനായിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പനെ ദുഃഖക്കാരൻ ദൂസരേമേം ടൂണ്ടുത്താ ഹേ, നമ്മുടെ വിഷമത്തിന്റെ കാരണം മറ്റുള്ളവരുടെ മേളിൽ പഴിച്ചായിരുന്നു. ലേക്കിൻ വാസ്തവമേം യഹ് ഉൻകി അപ്നി സോച്ച് ഹേ, യഥാർത്ഥത്തിൽ അത് അവരുടെ മാത്രം വിലയിരുത്തലാണ്, അവരുടെ മാത്രം ചിന്തയാണ്. വഹ് സ്വയം ഹി അപ്നെ ദുഃഖോം കാ കാരൺ ഹേ, അവർ തന്നെയാണ് അവരുടെ ദുഃഖത്തിന്റെ കാരണം. अर्थ मनुष्य को दोषारोपण करने से पहले अपने को भी जाना लेना चाहिए. अर्थ मनुष्य को दोषारोपण करने से पहले अपने को भी जान लेना चाहिए. അതായത് ഇതിന്റെ അർത്ഥം എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യര് മറ്റുള്ളവരുടെ മേളിൽ കുറ്റങ്ങൾ ആരോപിക്കുന്നതിനേക്കാൾ മുൻപ്, മറ്റുള്ളവരുടെ ദോഷങ്ങളെ കണ്ടെത്തുന്നതിനേക്കാൾ മുൻപ് സ്വയം ഒന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതാണ് എന്നാണ് എന്ത് പറയുന്നത്, കബീർദാസിന്റെ ഈ ഒരു ദോഹയിൽ പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, ഇത്രയാണ് കബീർദാസിന്റെ ഒന്നാമത്തെ ദോഹയിൽ പറയണത്. ഇനി രണ്ടാമത്തെ ദോഹ നോക്കാം നമുക്ക്. കബീർദാസിന്റെ രണ്ടാമത്തെ ദോഹ ഞാൻ പറഞ്ഞില്ല, 5 ദോഹകളാണ് കബീർദാസ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു കുറെ ദോഹ എഴുതിയിട്ടുണ്ട് മൂപ്പര്. അതിൽ നമുക്ക് 5 ദോഹയാണ് നമുക്ക് ആ കൂടി പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ദോഹ നോക്കാം. ഈ ദോഹയിലുള്ള വാക്കുകളൊക്കെ കുറച്ച് കഠിനമായിട്ടുള്ള വാക്കുകളാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ കട്ടാവുണ്ടോ? ഒരു മിനിറ്റ്. ഇപ്പൊ കട്ടാവുണ്ടോ? ഇല്ല. ഓക്കെ, ആയിക്കോട്ടെ. എന്താ ഇത്? ആകെ 3 പേരെ വന്നിട്ടുള്ള ക്ലാസ്സിൽ.
ആരൊക്കെ ഇരിക്കണ്ട ക്ലാസ്സില്? 3 പേര്. അവസ്ഥയില്ലോ. ഹിന്ദി പിള്ളേർ എത്ര പേരുണ്ടാ? ഇത്തിരി പേരുണ്ട്. ഇത്തിരി പേരുണ്ട് അല്ലേ? അമല്, ആഷിഖ്, ആദി, ജോസഫ്, അത്യാവശ്യം ആൾക്കാരുണ്ട്. പക്ഷെ ആ കൂടി 3 പേരുള്ള ക്ലാസ്സില്. കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഈ 3 പേര് കളിയായോണ്ടാ. ഇന്നലെ കളിയായ കാരണോ. മനസ്സിലായി. എന്തായാലും ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കട്ടെ. ഇനി നിങ്ങളുടെ പാരന്റ്സ് പറയാണ് ഞങ്ങൾ ക്ലാസ് എടുത്തില്ല. ഹോമിയോ ഗുളിക ഒന്നും കഴിച്ചിട്ടില്ലല്ലോ? ആ കഴിച്ചു. പഴം, ചെറുപഴം. ചേട്ടൻ നല്ല കഴിച്ചില്ല പഴം. ശരിക്കും വെറും വൈകിട്ട് കഴിക്കുക. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കഴിക്കാറുണ്ടോ ഹോമിയോ മരുന്ന്? അല്ല ഇപ്പൊ കൊണ്ടുവന്നുണ്ട് മറ്റേ പ്രതിരോധത്തിനായിട്ട്. ഞാനത് പണ്ടേ കഴിച്ചതാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഓക്കെ. തേങ്ങ ഇറക്കാനും പറ്റുള്ളല്ലോ. ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമ്മുടെ ദോഹയിലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദോഹയിലെ വാക്കുകളൊക്കെ കുറച്ച് കഠിനമായിട്ടുള്ള വാക്കുകളാണ് ദോഹയിലെ വാക്കുകളൊക്കെ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ്. അതുകൊണ്ടാണ് ഞാൻ നിർത്തി വായിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ദോഹയിലെ അതിന്റെ അർത്ഥത്തിലല്ല, ദോഹയിലെ വാക്കുകൾ. യെസ്, അതിന്റെ അർത്ഥങ്ങള്. ദോഹ കാണാണ്ട് പിടിക്കല്ല, അർത്ഥം കാണാണ്ട്. അർത്ഥം മലയാളത്തിലല്ലേ? മലയാളത്തിലല്ലേ? ഹിന്ദിയിൽ അർത്ഥം കണ്ടാ? ഹിന്ദിയിൽ അർത്ഥം കണ്ട് അത് മൊത്തം എഴുതണ. യെസ്. തുണ്ട് വയ്ക്കണ്ട, പഠിച്ചോ. അത് പഠിച്ചോ, പഠിക്കാണ്ടിരിക്കണ്ട. എളുപ്പല്ലടാ. എടാ ഇത് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാ. അപ്പൊ അത് പഠിച്ചു കൂടെ. എന്തിനാ വെറുതെ തുണ്ടൊക്കെ വെച്ചിട്ട്? അതിന്റെ അടിയിൽ അർത്ഥം കാണുമ്പോ കൊറേ ഉണ്ടെന്ന് തോന്നുന്നുള്ളൂ. പക്ഷെ അത് പഠിക്കാൻ എളുപ്പാ. നിങ്ങൾ പഠിച്ചു നോക്ക്. ഇങ്ങനെ തന്നെ പഠിക്കുക. ശ്രദ്ധിക്കുക. അടുത്ത് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ദോഹ. ലഘുദാസെ പ്രഭുദ മിലെ പ്രഭുദാസെ പ്രഭു ദൂരി ചീണ്ടി ले शक्कर चली हाथी के सिर दूरी. उधर वाയിക്കാം. लघुदासे प्रभुदा मिले प्रभुदासे प्रभु दूरी ചോട്ടി ലേക്കർ തെറ്റിപ്പോയി. ചീട്ടിയിലെ ശക്കർ ചലി ഹാത്തിക്ക് സിർദൂരി. ഒന്നുകൂടി വായിക്കാം, സാറ്റിസ്ഫാക്ഷൻ ആയില്ല. ലഘുദാസെ പ്രഭുദ മിലെ പ്രഭുദാസെ പ്രഭു ദൂരി ചീണ്ടിയിലെ ശക്കർ ചലി ഹാത്തിക്ക് സിർദൂരി. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. മലയാളത്തിലെ അർത്ഥം നോക്കാം ആദ്യം, അതിനുശേഷം നമുക്ക് ഹിന്ദി അർത്ഥം വായിക്കാം. ഓക്കെ. ലാളിത്യത്തിലൂടെ നമുക്ക് വിനയശീലമുള്ളവരായി മാറാൻ സാധിക്കും എന്നാണ് ഈ ഒരു ദോഹയിൽ നമ്മളോട് പറയുന്നത്. ലാളിത്യത്തിലൂടെ നമുക്ക് വിനയശീലമുള്ളവരായി മാറാൻ സാധിക്കും. മനസ്സിൽ അഹങ്കാരം നിലകൊള്ളുമ്പോൾ ഈശ്വര സാന്നിധ്യം മനസ്സിൽ നിന്നും അകന്നു പോകുന്നു.
ഉറുമ്പിന്റെയും ആനയുടെയും ഉദാഹരണത്തിലൂടെ കബീർദാസ് ഇത് വ്യക്തമാക്കുന്നു. രൂപത്തിൽ വളരെ ചെറിയതാണെങ്കിലും ശർക്കര വഹിച്ചുകൊണ്ടുപോവാൻ ഉറുമ്പിന് സാധിക്കുന്നു. ഉറുമ്പ് വിനയത്തിന്റെ പ്രതീകമാണ്. എന്നാൽ രൂപത്തിൽ വലിയവനായ ആനയ്ക്ക് നെറ്റിയിൽ ധൂളിയല്ലാതെ ഒന്നും നേടാൻ കഴിയുന്നില്ല. വിനയശീലം മനുഷ്യനെ മഹത്വത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് ഈരടികളുടെ സന്ദേശം. ആരോ വരുന്നുണ്ടല്ലോ, ആഷിക്ക് വരുന്നുണ്ട്. അമ്മാവൊന്നും ഉണ്ടാടുന്ന് പോയി മോൻ കഴുകി ചെല്ലേ. ആ പോണ്ട്. അമ്മാവ എപ്പോ തുടങ്ങിയതാ? പോയി മോൻ കഴുകി പോ. എന്ത് മക്കള് നേരം വൈകിയ? അമലാഷിക്ക് ഇന്നലെ ഞാനപ്പോ മെസ്സേജ് ഇട്ട് കണ്ടില്ലടാ. അത് ശരി. അമല നീ എന്ത് ഇവിടെ നമ്മളൊരു ദോഹ പറഞ്ഞു കഴിഞ്ഞു. നമ്മളിപ്പോ രണ്ടാമത്തെ ദോഹയിലേക്ക് കിടക്കണത് അമലാഷിക്ക്. ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കും കേട്ടാ. എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ദോഹ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. രണ്ടാമത്തെ ദോഹ വായിച്ചു അതിന്റെ മലയാള അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഹിന്ദി പറയും. മലയാള അർത്ഥം നോക്കാം. ലാളിത്യത്തിലൂടെ നമുക്ക് വിനയശീലമുള്ളവരായി മാറാൻ സാധിക്കും. മനസ്സിൽ അഹങ്കാരം നിലകൊള്ളുമ്പോൾ ഈശ്വര സാന്നിധ്യം മനസ്സിൽ നിന്നും അകന്നു പോകുന്നു. ഉറുമ്പിന്റെയും ആനയുടെയും ഉദാഹരണത്തിലൂടെ കബീർദാസ് ഇത് വ്യക്തമാക്കുന്നു. രൂപത്തിൽ വളരെ ചെറിയതാണെങ്കിലും ശർക്കര വഹിച്ചുകൊണ്ട് പോകാൻ ഉറുമ്പിന് സാധിക്കുന്നു. ഉറുമ്പ് വിനയത്തിന്റെ പ്രതീകമാണ്. എന്നാൽ രൂപത്തിൽ വലിയവനായ ആനയ്ക്ക് നെറ്റിയിൽ ധൂളിയല്ലാതെ ഒന്നും നേടാൻ കഴിയുന്നില്ല. വിനയശീലം മനുഷ്യനെ മഹത്വത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് ഈരടികളുടെ സന്ദേശം. പറയടാ. അപ്പ വിളിക്കണ്ടേ? ഞാൻ കട്ടായിട്ടേ കേറാട്ടപ്പ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഹിന്ദി അർത്ഥം നോക്കാം കേട്ടാ. ശ്രദ്ധിക്കുക. സാധകീസെ ഒരു മിനിറ്റ് പോരാ. എന്തായാലും ഇന്ത്യയില് ടിക്ടോക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിലും നമ്മൾ ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല. ഇതിപ്പം നമ്മളുടെ ഫ്രണ്ടിന്റെ അക്കൗണ്ട്, നമ്മളെ അണ്ണന് ടിക്ടോക്ക് ഉണ്ട്. അപ്പൊ ദുബായിൽ വന്നു കഴിഞ്ഞാല് അണ്ണൻ ഇട്ടുണ്ട്. നമുക്ക് ആരിടുന്നത് പ്രശ്നമില്ല, യവ ഇടുന്നത് പ്രശ്നമൊന്നുമില്ല. യവ ഇതിനകത്ത് ഓക്കെ തുടങ്ങാം നമുക്ക്.
എവിടെത്തി നമ്മള് എവിടുത്തെ യെസ് വിൻമ്രത. വിൻമ്രത സെ അഹങ്കാർ അല്ലെങ്കിൽ വിനമ്രത എന്നൊന്നും നമുക്ക് പറയട്ടാ, വിനയശീലത്തിനാണ് പറയണത്. ഓക്കെ, വിൻമ്രത. सादगी से विनम्रता मिलती है, विनम्रता से अहंकार भी दूर हो जाता है. मन में अहंकार मन में अहंकार है तो ईश्वर उनसे दूर हो जाते हैं. എന്താ പറഞ്ഞത് ഇപ്പോ? സാദഗി സെ വിനമ്രത മിൽത്തി ഹേ, സാദഗി സെ വിനമ്രത മിൽത്തി ഹേ. നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞു, ലാളിത്യത്തിലൂടെ നമുക്ക് വിനയശീലമുള്ളവരായിട്ട് മാറാൻ സാധിക്കും. വിനമ്രത സെ അഹങ്കാർ ബി ദൂർ ഹോ ജാത്താ ഹേ, വിനയശീലത്തിലൂടെ അഹങ്കാരം ദൂരെ പോകുന്നു. അതായത് അഹങ്കാരത്തിൽ നിന്നും അകന്നു നിൽക്കാനായിട്ട് സാധിക്കുന്നു. വിനയശീലമുള്ളവർക്ക് അതായത് വിനയശീലമുള്ളവർക്ക് അഹങ്കാരം ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. മൻമേം അഹങ്കാർ ഹേ തോ ഈശ്വർ ഉൻസെ ദൂർ ഹോ ജാത്തെ ഹേ, മനസ്സിൽ അഹങ്കാരമുണ്ടെങ്കിൽ ഈശ്വരൻ അവരിൽ നിന്നും ദൂരെയാകുന്നു, അവരിൽ നിന്നും അകന്നു പോകുന്നു. ചീണ്ടി और हाथी के उदाहरण से कबीर इसका समर्थन करते हैं. അതായത് ഉറുമ്പിൻ്റെയും ആനയുടെയും ഉദാഹരണം എടുത്തിട്ട്, ഉറുമ്പിനെയും ആനയെയും ഉദാഹരണമായിട്ട് കബീർദാസ് ഈ ഒരു കാര്യം സമർത്ഥിക്കുകയാണെന്നാണ് പറയണത്. ഓക്കെ, ചീണ്ടി ആക്കർമേം ചോട്ടാ ഹേ, विनम्रता का प्रतीक है. चींडी आकर में ചോട്ടാ ഹേ, വിൻമ്രത കാ പ്രതീക് ഹേ. അതായത് നമ്മുടെ ഉറുമ്പ് വലുപ്പത്തിൽ ചെറുതാണ്, പക്ഷെ ഉറുമ്പ് വിനയത്തിന്റെ പ്രതീകമാണ് എന്നാണ് പറയുന്നത്. ചീണ്ടി ആക്കർ മേം ചോട്ടാ ഹോക്കർ ബി ബഡി ശക്കർ ലേക്കർ ചൽ സക്തി ഹേ. അതായത് ഉറുമ്പ് വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ആകാർമ്യം, ആക്കറല്ല, ആകാർമ്യം ചോട്ടി ഹോക്കർ ബി എന്നാണ് പറയുന്നത്. ആകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുപ്പം, ശരീര വലുപ്പത്തിനാണ് ഉദ്ദേശിക്കുന്നത്. ശരീര വലുപ്പത്തില് ചെറുതാണെങ്കിലും അത് ശർക്കര പൊക്കിക്കൊണ്ടു പോകാനായിട്ട് അതിന് സാധിക്കും എന്നാണ് പറയുന്നത്. ശർക്കര താങ്ങി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഉൻകെ മൻമേം അഹങ്കാർ നഹീം, അതിന്റെ മനസ്സില് അഹങ്കാരമില്ല. ലേക്കിൻ, അതെ ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു. എവിടെ എത്തി നമ്മള്? ओके, चींटी आकर में छोटे होकर भी चींटी आकार में छोटे होकर भी बड़ी शक्कर लेकर चल सकती है. അതായത് നമ്മുടെ ഉറുമ്പിന്റെ ശരീര വലുപ്പം വളരെ ചെറുതാണെങ്കിലും അത് വലിയ ശർക്കര പൊക്കിക്കൊണ്ടു പോകാനായിട്ട് അതിന് സാധിക്കും. ഉൻകെ മൻമേം അഹങ്കാർ നഹീം, അതിന്റെ മനസ്സിൽ അഹങ്കാരമില്ല. ലേക്കിൻ बड़े होने पर हाथी मन में गर्व करती है. അതായത് വലുതാണ് എന്ന് വിചാരിച്ചിട്ട്, വലുതാണ് എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് നമ്മുടെ ആനയുടെ മനസ്സിൽ ഇത്തിരി അഹങ്കാരമൊക്കെ ഉണ്ട്. ഉസ്കെ സിർ പർ സിർഫ് ധൂളി ഹി രഹത്തി ഹേ, അതിന്റെ തലയിൽ ആകെ ധൂളി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിനമ്രത സെ महत्व बढ़ना है, यही संदेश दोहे के द्वारा കബീർദാസ് ദേന ചാഹത്ത ഹേ. അതായത് എന്താ പറയണത്, വിനമ്രതാസെ മഹത്വ ബഡ്താ ഹേ, അതായത് വിനയത്തിലൂടെ മനുഷ്യൻ മഹത്വത്തിലേക്ക് നയിക്കപ്പെടുന്നു. വിനയത്തിലൂടെ മഹത്വം, ഒരു മനുഷ്യന്റെ മഹത്വം കൂടുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ കബീർദാസ് ഈ ഒരു ദോഹയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. അപ്പൊ എന്തൊക്കെ പറഞ്ഞ നമ്മളോട്? ഞാനീ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? എന്തൊക്കെ പറഞ്ഞത്?
സാദഗി സെ വിനമ്രത മിൽത്തി ഹേ. അതിന്റെ അർത്ഥം എന്താ? ലാളിത്യത്തിലൂടെ നമുക്ക് വിനയം ലഭിക്കുന്നു, നമ്മൾ വിനയമുള്ളവരായിട്ട് മാറുന്നു. വിനമ്രതാസെ അഹങ്കാർ ബി ദൂർ ഹോ ജാത്താ ഹേ. വിനയത്തിലൂടെ അഹങ്കാരവും നമുക്കില്ലാതാകുന്നു, നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. മൻമേം അഹങ്കാർ ഹേ തോ ഈശ്വർ ഉൻസെ ദൂർ ഹോ ജാത്തെ ഹേ. മനസ്സിൽ അഹങ്കാരമുള്ളവരിൽ നിന്നും ഈശ്വരൻ അകന്നു നിൽക്കുന്നു. ചീണ്ടി और हाथी के उदाहरण से कबीर इसका समर्थन करते हैं. അതായത് ഉറുമ്പിനെയും അതുപോലെ തന്നെ ആനയും വെച്ചിട്ട് നമ്മുടെ കബീർദാസ് ഉദാഹരണ സഹിതം വ്യക്തമാക്കി തരികയാണ്. ചിണ്ടി ആകാർവേം ചോട്ടാഹേ. അതായത് നമ്മുടെ ഉറുമ്പ് ശരീര വലുപ്പത്തില് ചെറുതാണ്. വിനമ്രതാക്ക പ്രതീക് ഹേ. അത് വിനയത്തിന്റെ പ്രതീകമാണ്. ചീണ്ടി आकार में छोटे होकर भी बड़ी शक्कर लेकर चल सकती है. അതായത് നമ്മുടെ ഉറുമ്പ് ശരീര വലുപ്പത്തിൽ ചെറുതാണെങ്കിലും അത് വലിയ ശർക്കര തലയിൽ ചുമന്നുകൊണ്ട് പോകുന്നു. ഉൻകെ മൻമേം അഹങ്കാർ നഹീം. അതിന്റെ മനസ്സിൽ അഹങ്കാരമില്ല. ലേക്കിൻ ബഡേ ഹോനെ പർ ഹാത്തി മൻമേം ഗർവ് കർത്തി ഹേ. അതായത് വലുതാണ് എന്നുള്ളൊരു വിചാരത്തില് നമ്മളുടെ ആനയുടെ മനസ്സിൽ അഹങ്കാരമുണ്ട്. उसके सिर पर सिर्फ धूली ही रहते हैं. അതിന്റെ തലയിൽ വെറും ധൂളി മാത്രമാണ് ഉള്ളത്. വിനമ്രതാസെ മഹത്വപ്പെടുത്താ ഹേ. വിനയത്തിലൂടെ നമ്മൾ മഹത്വമുള്ളവരായിട്ട് മാറുന്നു. യഹി സന്ദേശ് ദോഹയ്ക്ക് ദ്വാര കബീർദാസ് ദേന ചാഹത്ത ഹേ. ഈ ഒരു സന്ദേശമാണ് ദോഹയിലൂടെ കബീർദാസ് നമുക്ക് നൽകുന്നത്. ഓക്കെ, കിട്ടിയില്ലേ മക്കളെ? ഓക്കെ, ഇത് പഠിക്കണം കേട്ടാ. അപ്പൊ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും, എന്ത് സന്ദേശമാണ് ഈ ഒരു ദോഹയിലൂടെ നമുക്ക് നൽകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഈ ഒരു ലാസ്റ്റ് സെന്റൻസ് എഴുതി വെക്കുക. വിനമ്രതാസെ മഹത്വപ്പെടുത്താ ഹേ. യഹി സന്ദേശ് ദോഹയ്ക്ക് ദ്വാര കബീർദാസ് ദേന ചാഹത്ത ഹേ. മനസ്സിലായോ? ഉറക്കം വരണ്ട. ഒരു മാർക്കിനൊക്കെ പറഞ്ഞാലേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ഒരു മാർക്കിന് പറഞ്ഞാൽ അതെ. ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഭാവ് എഴുതാനൊക്കെ തന്നെയാണ് വരാറ്. കൂടുതൽ വരാറ് ഭാവ് എഴുതാനൊക്കെയാണ് ദോഹയുടെ. അപ്പൊ അത് കഴിഞ്ഞു, രണ്ടാമത്തെ ദോഹ കഴിഞ്ഞു. ഇനി ഒരു 3 ദോഹയും കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഓക്കെ, കബീർദാസിന്റെ ദോഹയിൽ 3 കൂടിയാണ് ഉള്ളത്. മൂന്നാമത്തെ ദോഹയിലേക്ക് പോകാം. 5 ദോഹയാണ് മൊത്തം. 2 ദോഹ കഴിഞ്ഞു, മൂന്നാമത്തെ ദോഹയിലേക്ക് കിടക്കാം. ആദ്യം ദോഹയെന്ന് വായിക്കാം, ശ്രദ്ധിക്കട്ടാ. दुख में सुमिरन सब करे. दुख में सुमिरन सब करे. सुख में करे ना कोई. जो सुख में सुमिरन करे तो दुख काहे होय. എന്തൊക്കെ എഴുതി വെച്ചില്ലേ? അന്നൊരു വായിക്കാം. ദുഃഖമേം സുമിരൻ സബ് കരേ. സുഖമേം കരേ നാ കോയ്. ജോ സുഖമേം സുമിരൻ കരേ തോ ദുഃഖ് കാഹേ ഹോയ്. നല്ല രസമുണ്ട് വായിക്കാൻ. ഇനി അതിന്റെ അർത്ഥം, മലയാള അർത്ഥം നോക്കാം നമുക്ക്. ശ്രദ്ധിക്കെല്ലാവരും. ദുഃഖങ്ങളും സങ്കടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളിലാണ് മനുഷ്യൻ സാധാരണയായി ഈശ്വരനെ സ്മരിക്കാറുള്ളത്. സുഖത്തിലും സന്തോഷത്തിലും മനുഷ്യ മനസ്സുകളിൽ ഈശ്വര ചിന്തകൾക്ക് സ്ഥാനം നഷ്ടപ്പെടുന്നു. ആപത്തുകളും കഷ്ടതകളും അനുഭവിക്കുമ്പോൾ അതിൽ നിന്നും മുക്തി നേടാനുള്ള ചിന്തയാണ് മനുഷ്യനെ ഈശ്വരനിലേക്ക് നയിക്കുന്നത്. എന്നാൽ സന്തോഷത്തിലും ആനന്ദവേളകളിലും ഈശ്വരനെ ഓർക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾക്ക് സ്ഥാനമുണ്ടാകില്ല എന്നാണ് കബീർദാസ് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പൊ എന്തൊരു ഈ ദോഹയിൽ പറയണത്, ദുഃഖങ്ങളും സങ്കടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മനുഷ്യൻ സാധാരണയായിട്ട് ഈശ്വരനെ സ്മരിക്കാറുള്ളത്, അല്ലെ? നമുക്ക് വല്ലാണ്ട് ദുഃഖം വന്നിട്ടുണ്ടെങ്കിലും വല്ലാണ്ട് സന്തോഷം വരുമ്പോഴൊക്കെയാണ് നമ്മൾ ഈശ്വരനെ ഒന്ന് സ്മരിക്കുക. ദൈവത്തിന്റെ കടാക്ഷം. സന്തോഷം വരുമ്പോ, നമ്മുടെ ദുഃഖം വരുമ്പോഴോ, ഇവിടെ രണ്ടും ദുഃഖങ്ങൾ തന്നെയാണ് പറഞ്ഞത്, അല്ലെ? ദുഃഖങ്ങളും സങ്കടങ്ങളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുഃഖങ്ങളും സങ്കടങ്ങളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ദുഃഖങ്ങളും സങ്കടങ്ങളും മാത്രമല്ല, സന്തോഷം വരുമ്പോഴും നമ്മൾ എന്താണ്,
സന്തോഷം വരുമ്പോഴും നമ്മൾ ഈശ്വരനെ സ്മരിക്കാറുണ്ട് ഇല്ലേ? ദുഃഖം വരുമ്പോഴും സ്മരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ അമ്പലത്തേക്ക് പോകും. അമ്പലത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ വല്ല പള്ളിയിലേക്ക് പോകും. അങ്ങനെ പോയിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കും, നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റി തരാനായിട്ട്. സാധാരണ രീതിയിലിട്ടാ, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും വിചാരിക്കും ദൈവമേ. അങ്ങനെ വിചാരിക്കാറില്ലേ നിങ്ങള്? ആ അപ്പോൾ ഇങ്ങനെ ദുഃഖങ്ങളും സങ്കടങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങളിലാണ് മനുഷ്യൻ സാധാരണയായിട്ട് ഈശ്വരനെ ഓർക്കാറുള്ളത്. സുഖത്തിലും ദുഃഖത്തിലും മനുഷ്യ മനസ്സുകളിൽ ഈശ്വര ചിന്തകൾ സ്ഥാനം നഷ്ടപ്പെടുന്നു. മെയിനായിട്ട് ദുഃഖങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ തന്നെയാണ് കേട്ടോ. വല്ലാണ്ട് സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ഈശ്വരൻ ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലാണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ആപത്തുകളും കഷ്ടതകളും അനുഭവിക്കുമ്പോൾ അതിൽ നിന്നും മുക്തി നേടാനുള്ള ചിന്തയാണ് മനുഷ്യനെ ഈശ്വരനിലേക്ക് നയിക്കുന്നത്. കറക്റ്റ് ആണ് അല്ലേ? എന്നാൽ സന്തോഷത്തിലും ആനന്ദവേളകളിലും ഈശ്വരനെ ഓർക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾക്ക് സ്ഥാനമുണ്ടാകില്ല എന്നാണ് കബീർദാസ് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. ആള് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. കുറെ പേര് ആനന്ദവേളകളിലും അല്ലെങ്കിൽ സന്തോഷങ്ങളിലൊന്നും ഈശ്വരനെ ഓർക്കാറില്ല. അങ്ങനെ ഓർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവില്ല എന്നാണ് കബീർദാസ് പറയുന്നത്. നമുക്ക് ഹിന്ദി ഒന്ന് വായിച്ചു നോക്കാം, ശ്രദ്ധിക്കാം. कबीरदास कहते हैं, जब मनुष्य दुख का अनुभव करते हैं तब ईश्वर का स्मरण करते हैं. कबीरदास कहते हैं, जब मनुष्य दुख का अनुभव करते हैं तब ഈശ്വർ കാ സ്മരൺ കർത്തേ ഹേ. കബീർദാസ് പറയുന്നത് ഇതാണ്: എപ്പോഴാണോ മനുഷ്യന് ദുഃഖമുണ്ടാകുന്നത് അപ്പോഴാണ് മനുഷ്യൻ ഈശ്വരനെ ഓർക്കുന്നത്. सुख और आनंद के समय वे ईश्वर का स्मरण नहीं करते. സുഖമോ സന്തോഷങ്ങളോ വരുന്ന സമയത്ത് അവർ ഈശ്വരനെ സ്മരിക്കാറില്ല, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല എന്നാണ് പറയണത്. ഈശ്വർ നാം തക്ക് ഭൂൽ ജാത്തെ ഹേ. ഈശ്വരന്റെ പേര് പോലും വല്ലാണ്ട് സന്തോഷം വരുന്ന ആനന്ദം വരുന്ന സമയങ്ങളിൽ മറന്നു പോകുന്നു എന്നാണ് പറയണത്. सुख शांति के समय लोग उनकी मजा लूटने में व्यस्त है. എന്നിട്ടും പറയാം, സുഖ ശാന്തി के समय लोग उनकी मजा लूटने में व्यस्त है. അതായത് ഈ സുഖങ്ങളും ആനന്ദങ്ങളൊക്കെ വരുന്ന സമയത്ത് മനുഷ്യര് അതിന്റെ സന്തോഷത്തിൽ, അതായത് അത് മാക്സിമം എൻജോയ് ചെയ്യാനാണ് നോക്കുക എന്നാണ് പറയുന്നത്. ലേക്കിൻ ജീവൻ മേ കുച്ച് സങ്കട് और परेशानियां आने लगती है तब वे तुरंत ही ईश्वर की ओर मुड़ जाते हैं. मंदिर मस्जिदों में जाकर प्रार्थना करते लगते हैं. ഒന്നുകൂടി ഒന്ന് വായിക്കാം. लेकिन जीवन में कुछ संकट और परेशानियां आने लगती है तब वे तुरंत ही ईश्वर की और मुड़ जाते हैं. मंदिर मस्जिदों में जाकर प्रार्थना करने लगते हैं. എപ്പോഴാണോ ഈ മനുഷ്യർക്ക് വിഷമം വരുന്നത്, ജീവിതത്തിൽ ഒരു സങ്കടഘട്ടം വരുന്നത്, അപ്പോൾ ദൈവത്തിനെ ഓർക്കും. എന്നിട്ട് ഈ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോയിട്ട് പ്രാർത്ഥനകൾ എത്തിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടാ, ഒരാൾ കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കട്ടോ എല്ലാവരും.
അടുത്ത് എന്നിട്ട് ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, എപ്പോഴാണോ മനുഷ്യന് വീണ്ടും കോള് വരുന്നുണ്ട്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ നിങ്ങൾ, കോളൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. എന്താടാ എന്താടാ ഒന്ന് കയറാണ്ടിരുന്നേ ക്ലാസ്സിന്? കണ്ണുമ്പോ കടിക്കേ. അയ്യോ ആകെ സീനായ. എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോ എന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഓ ഓ അയ്യോ സീൻ. അത് എന്നിട്ടോ എന്തോ ഒരു ലിറ്റിൽ ബീറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാണി അങ്ങനെ ഉണ്ട്. ഈ പ്രാണി നമ്മുടെ കണ്ണിന്റെ നമ്മുടെ മുഖത്ത് കൂടെ നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരും. അയ്യോ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇങ്ങനെ പുള്ളി പോലെ വരും. ഭയങ്കര ഒരു സീനാണ്. അപ്പൊ അതാണ് ഒരു മിനിറ്റ് അപ്പൊ വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒന്നുകൂടി പറയാം. ओके अപ്പൊ ഇപ്പൊ പറഞ്ഞത് ഇതാണ്, विपत्ति से बचने के लिए उन्हें ईश्वर की कृपा दृष्टि की जरूरत पड़ती है. അതായത് ആപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവന് ഈശ്വരന്റെ കൃപാകടാക്ഷം വളരെ അത്യാവശ്യമാണ്. കബീർദാസ് कहते हैं कि यदि सुख के समय भी ईश्वर का स्मरण करे तो हमारे जीवन में कभी दुख नहीं होता. അതായത് കബീർദാസ് പറയുന്ന ഇതാണ്, സുഖമുണ്ടാകുന്ന സമയത്തും ഈശ്വരനെ ഓർത്തു കഴിഞ്ഞാൽ, ഈശ്വരനെ സ്മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിന് സ്ഥാനം ഉണ്ടാകില്ല എന്നാണ് കബീർദാസ് പറയുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? പറഞ്ഞ മനസ്സിലായില്ല? അതെന്തൊരു എന്താടാ ബുർജിയ? ബുർജിക്ക് മനസ്സിലായ? ഓക്കെ അപ്പൊ 3 ദോഹ കഴിഞ്ഞു. മൈക്ക് സീനായ? ശരി, ഫോണിന്റെ മൈക്ക് അടിച്ചു പോയി. എന്താണ്ടായപ്പോ വെള്ളത്തിൽ വീണ? ഇനി 4-ാമത്തെയും 5-ാമത്തെയും ദോഹയും കൂടി ഉണ്ട്. അത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ദോഹ അവസാനിച്ചു. 4-ാമത്തെ ദോഹ നോക്കിയാലോ നമുക്ക്? 4-ാമത്തെ ദോഹ നോക്കാം. എന്താടാ 3 ദോഹയാ? 3